സുജാതൻ ഈ നാരായണ ഗുരുവും ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ശതാബ്ദി കഴിഞ്ഞ ദിവസം ആചരിച്ചു. അവർ ഒരു ഗുരു ഒരു സ്ഥലത്തിരിക്കുക, നമ്മുടെ രാജ്യത്തിന് വലിയ മഹിമ ഉണ്ടാക്കി തന്ന ആളുകളൊക്കെ ആ ഗുരുവിനെ പോയി കാണുക. ടാഗോർ ഗുരുവുമായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗാന്ധി ഗുരുവിനെ കണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? അത് അവരിരുവരുടെയും ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ വരുത്തിയ മാറ്റം എന്താണ്? ഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിന് എത്തിയപ്പോഴാണ് ഗുരുവിൻ്റെ സംഭാവന ആ സത്യാഗ്രഹത്തിൽ എന്തുമാത്രമാണെന്നും ഗുരു അതിന് നൽകിയ പിന്തുണ എന്താണെന്നും TK മാധവനിൽ നിന്ന് ഗാന്ധിജി നേരിട്ട് മനസ്സിലാക്കിയിരുന്നു. ആളും അർത്ഥവും കൊണ്ട് ഗുരു അതിനെ വൈക്കം സത്യാഗ്രഹത്തെ സഹായിച്ചിരുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ഗാന്ധിയൻ മാർഗത്തിൽ അക്രമരഹിതമായ സമരമാണ് നടത്തേണ്ടതെന്ന് ഗുരു ഉപദേശിക്കുകയും ചെയ്തു. ഗാന്ധിജി പറയുന്നത് അനുസരിക്കണം എന്നും ഗുരു ഉപദേശിച്ചിരുന്നു. ഇത് ഗാന്ധിജിയിൽ വലിയൊരു മതിപ്പുണ്ടാക്കി. 1925 ഈ മാധവൻ്റെ പേര് പറഞ്ഞല്ലോ. മാധവൻ തിരുനെൽവേലിയിൽ വെച്ചാണെന്ന് തോന്നുന്നു ഗാന്ധിയെ കണ്ടിട്ട് ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഈ വൈക്കം സത്യാഗ്രഹത്തിനൊക്കെ മുമ്പാണ്. അതിന് വൈക്കം സത്യാഗ്രഹം പോലെയുള്ള സംഭവങ്ങൾക്ക് അനുമതി തേടി പോവുകയായിരുന്നു TK. എന്നിട്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് അയിത്തോച്ചാടനം ഏറ്റെടുക്കണം എന്ന TKയുടെ അഭ്യർത്ഥന ആദ്യമൊന്നും ഗാന്ധിജി അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് അത്ര ഇമ്പോർട്ടൻ്റായ ഒരു സബ്ജക്റ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. പക്ഷേ ഈ തമിഴ്നാട്ടിൽ വെച്ച് അദ്ദേഹം വസ്ത്രം ഉപേക്ഷിക്കുന്ന മധുരയിൽ വെച്ച് ആ യാത്രയാണ്, ആ വർഷം തന്നെയാണ്, ഏകദേശം ആ ആഴ്ചയാണ്. അന്ന് ആണ് അദ്ദേഹത്തിന് സൗത്ത് ഇന്ത്യയിൽ വന്നപ്പോഴാണ് ഈ അയിത്തത്തിൻ്റെ ഭീകരതയും ഒക്കെ നേരിട്ട് ബോധ്യമായത്. അപ്പോൾ നേരത്തെ തന്നെ TK മാധവൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം ഓർക്കുകയും ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന് അനുമതി നൽകുകയും. ഈ അയിത്തോച്ചാടനം പറയുമ്പോൾ ഈ ഗാന്ധിയെ അനുകൂലിച്ചില്ല എന്ന് പറഞ്ഞില്ലേ ആദ്യമൊക്കെ? അതെ. ഇത് നമ്മൾ സ്വാമി ശ്രദ്ധാനന്ദയുടെ ജീവിതം വായിക്കുമ്പോഴും അറിയാം. സ്വാമി ശ്രദ്ധാനന്ദ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത് ഗാന്ധി അയിത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടി ആക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അത് ശ്രദ്ധാനന്ദയുടെ രാജിക്കത്തിലും ആ വിവരം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഈ തിരുനെൽവേലിയിൽ വെച്ച് TK മാധവനും ഗാന്ധിയും കാണുന്നുണ്ട്. ആ അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും മലയാള പത്രപ്രവർത്തന രംഗത്തെ ഏറ്റവും നല്ല ആദ്യത്തെ അഭിമുഖങ്ങളിൽ ഒന്ന് ഇതായിരിക്കുന്നതാണ് കരുതുന്നത്. ഹിന്ദുവിലത് പിന്നെ വേർഡ് ബൈ വേർഡ് ആയിട്ട് വന്നിട്ട് അത് കഴിഞ്ഞ് TK മാധവൻ തന്നെയാണ് കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കാൻ ഗാന്ധിജി അനുമതി കൊടുക്കുന്നത് അതുകൂടെയാണ്. എന്നിട്ട് KP കേശവമേനോനുമായിട്ട് ഗാന്ധിജി ആശയവിനിമയം നടത്തി. അതേ തുടർന്നാണ് കേളപ്പജിയുടെയും KP കേശവമേനോൻ്റെയും മാധവൻ്റെയും നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശനം ആവശ്യമല്ലായിരുന്നല്ലോ, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമായി. അപ്പോൾ വഴി നടക്കാൻ പോലും തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്ക് അവകാശമില്ല, ക്ഷേത്ര പരിസരത്ത് പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ ഒരു ദുസ്ഥിതി ഗാന്ധിജിക്ക് ബോധ്യമാവുകയും ആ സാമൂഹ്യ വിഷയത്തിൻ്റെ കാതൽ പിടികിട്ടുകയും ചെയ്തത് വളരെ വൈകിയാണ്. അപ്പോൾ അതോടെയാണ് ഈ ഗുരുവിനെ കുറിച്ചും ഗുരുവിൻ്റെ തിരുവിതാംകൂറിലെയും കേരളത്തിലെ മൊത്തത്തിലുമുള്ള സംഭാവനകളെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ ഗാന്ധിജി പ്രേരിതനാകുന്നത്. വൈക്കത്ത് വന്നപ്പം ഗാന്ധിജി വരുന്നതിന് 2 ദിവസം മുമ്പ് വൈക്കത്ത് വന്ന് താമസിച്ചുകൊണ്ട് ഗുരു സത്യാഗ്രഹത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും അതിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ചർക്ക നോക്കുന്ന കാര്യം, നൂൽ നോക്കുന്ന പരിപാടി ഈ സത്യാഗ്രഹ പന്തലിലുണ്ടായിരുന്നു. അതിനെ ഗുരു ആശീർവദിച്ചു. അത് നല്ല പരിപാടിയാണ്, സ്വാശ്രയബോധം വളർത്താൻ നല്ലതാണ്, അവനവൻ നൂലുണ്ടാക്കുന്ന വസ്ത്രം ധരിക്കുക, അത് ഗാന്ധിജിയുടെ നല്ല ആശയമാണ് എന്നൊക്കെ ഗുരു കമൻ്റ് ചെയ്തു. ഈ അറിവ് ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് റാണി സേതുലക്ഷ്മി ഭായിയെ അദ്ദേഹം കണ്ടു. സേതുലക്ഷ്മി ഭായിയും ഗുരുവിൻ്റെ പേര് പറഞ്ഞു.
അപ്പോഴാണ് ഗുരുവിനെ കാണണം എന്ന കാര്യത്തിൽ ഗാന്ധിജി ഒരു അന്തിമ തീരുമാനത്തിലെത്തുന്നത്. അത് ആശ്രമത്തിൽ അറിയിച്ചു. ഗുരു ഇറങ്ങി വന്ന് നിന്ന് സ്വീകരിച്ചു. ഈ റാണി കൊട്ടാരത്തിലെ ഗുരുവിൻ്റെ ഒരു ചിത്രം വെച്ചിരുന്നു. അതെ അതെ അതെ. അത് മാത്രമല്ല, ഗുരുവിനെ നേരിട്ട് കാണുന്നതിന് പകരം ഗുരു നടന്നു പോകുന്നത് അത് വർക്കല കൊട്ടാരത്തിൽ താമസിക്കുമ്പോഴാണ്. കാണണം എന്ന് പറഞ്ഞു, അങ്ങോട്ട് പോയി കാണില്ല എന്ന് പറഞ്ഞു. സായാഹ്നത്തില് ഗുരു ശിഷ്യന്മാരുടെ കൂടെ നടന്നു. അപ്പൊ ഇവർക്ക് ജനാലയിൽ കൂടി ഇവർ കണ്ടു തൊഴുതു എന്നൊരു അങ്ങനെ ഒരു പരാമർശമുണ്ട്. ഇപ്പോൾ ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ബംഗ്ലാവിൽ വെച്ചായിരുന്നു. അവർ പുൽത്തടുക്കിട്ട് നിലത്തിരുന്നാണ് സംസാരിച്ചത്. ആദ്യത്തെ വാചകം തന്നെ അതാണ് ഈ വനജാക്ഷി മന്ദിരം. അതെ അതെ അതെ. ഇപ്പോൾ അത് ഗാന്ധി ആശ്രമം എന്ന പേരിലും അത് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഗാന്ധിജി ചോദിക്കുന്നത് ഗുരുവിന് ഇംഗ്ലീഷ് അറിയാമോ എന്നാണ്. അപ്പോൾ ഗുരു ഇല്ലെന്നോ അറിയാമെന്നോ പറയാതെ ഗാന്ധിജിക്ക് സംസ്കൃതം അറിയാമോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവർ സംഭാഷണം ആരംഭിക്കുന്നത്. അപ്പോൾ ആ സംഭാഷണം എന്നിട്ട് ഗുരു സംസ്കൃതത്തിൽ സംസാരിക്കുകയും ഗാന്ധിജി ഇംഗ്ലീഷിൽ മറുപടി പറയുകയും അങ്ങനെയായിരുന്നു അവരുടെ സംഭാഷണം. ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് സംഭാഷണം എൻ കുമാരൻ എന്ന് പറയുന്ന അന്നത്തെ SNDP യോഗം സെക്രട്ടറി ആണ് പരിഭാഷപ്പെടുത്തിയത്. കുമാരനാശാനല്ല. കുമാരനാശാൻ 2 മാസം മുമ്പ് മരിച്ചുപോയല്ലോ. കുമാരനാശാനൻ്റെ അനന്തരഗാമിയായിട്ട് SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്ന ഒരു അഡ്വക്കേറ്റ് എൻ കുമാരനാണ്. അദ്ദേഹമായിരുന്നു ഇതിൻ്റെ പരിഭാഷ നടത്തിയത്. അപ്പോൾ ഈ സംഭാഷണത്തിൽ പല വിഷയങ്ങളും കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയുള്ള ഗുരുവിൻ്റെ അഭിപ്രായം എന്താണ്, അതിൽ ഇനി മാറ്റം വല്ലതും വരുത്തേണ്ടതുണ്ടോ എന്ന് ഗാന്ധി ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ നല്ല നിലയിലാണല്ലോ പോകുന്നത്, അത് ആ നിലയിൽ പോയാൽ മതി, മാറ്റം വരുത്തേണ്ടതില്ല എന്ന് ഗുരുവിൻ്റെ മറുപടി. എന്നിട്ട് ഹിന്ദുമതം ഈ സാൽവേഷന് നമ്മുടെ മോക്ഷമാർഗം നല്ല മോക്ഷമാർഗമാണ് ഹിന്ദു മതം. അപ്പോൾ ഗാന്ധിജി അതിന് പറയുന്നത് ഗുരു അതിന് മറുപടി പറയുന്നത് എല്ലാ മതങ്ങളിലൂടെയും മോക്ഷം സാധ്യമാകുമല്ലോ. എല്ലാ മതങ്ങളുടെയും കാര്യമല്ല ഞാൻ ചോദിച്ചത്, ഹിന്ദുമതത്തിൻ്റെ കാര്യമാണ്. ഹിന്ദുമതത്തിലൂടെ പൂർണ്ണമായ മോക്ഷപ്രാപ്തി ലഭിക്കണമെങ്കിൽ ഗാന്ധിജി ഇനി അനേകം തവണ ജനിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു മറുപടി പറഞ്ഞായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഈ ഭിന്നതയെപ്പറ്റി ചാതുർവർണ്ണ്യം, ജാതിയും ചാതുർവർണ്ണ്യ വ്യവസ്ഥയും അതൊരു സഹജവും സ്വാഭാവികവുമല്ലേ, സമൂഹത്തിലെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അത് മാറ്റാൻ സാധ്യമാണോ? അത് അങ്ങനെയല്ലേ? കാരണം ഇണ്ടംതുരുത്തി മനയുടെ ഒരു കമൻറ്റ് കേട്ടിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ കഷ്ടമാണല്ലോ എന്ന തോന്നലോടെയാണ് ഗാന്ധിജി പോയിരിക്കുന്നത്. എന്നിട്ട് പക്ഷേ അതിന് ഒരു പ്രതിവിധി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നില്ല. ഗുരുവായിട്ട് സംസാരിച്ചപ്പോഴാണ് അത് തീവ്രമായ അപകടമാണെന്നും അയുക്തികമാണെന്നും മനസ്സിലാകുന്നത്. ഗാന്ധിയോട് ഗുരു പറഞ്ഞു, ഭിന്നത ജനങ്ങൾക്കിടയിലുണ്ട്. ഈ മാവിൻ്റെ ഇലകൾ അവരിയ്ക്കുന്നതിൻ്റെ മുന്നിലുള്ളൊരു മാവിലെ ഇലകൾ ഓരോന്നും രൂപപരമായി ഭിന്നമായിരിക്കുന്നത് പോലെ ആണത് സമൂഹത്തിലെ ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തരായ മനുഷ്യരുള്ളത്. അതേസമയം അതിൻ്റെ എല്ലാം കൂടെ ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന സത്തയ്ക്ക് ഒരേ രുചി ഒരേ നിറവുമാണ്. അപ്പോൾ പറഞ്ഞു അത് നല്ല യുക്തിസഹമായ ഉത്തരമാണ് എന്ന് ഗാന്ധിജി മറുപടി പറയുന്നുണ്ട്. അന്ന് ഈ സംഭാഷണം അവസാനിച്ച ശേഷം ശരിക്കും അദ്വൈതത്തിൻ്റെ സത്തയാണ് ഈ പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുടം ഉണ്ടാക്കുമല്ലോ, ദൃഷ്ടി ദ്രഷ്ടാവ് ഏതാണ് കാണുന്നതെന്നൊക്കെയുള്ള പല ഉദാഹരണങ്ങൾ ഈ അദ്വൈതത്തിനുള്ളതിൽ ഒരെണ്ണം ഈ കുടത്തിൻ്റെയാണ്. മൺകുടം കാണുമ്പോൾ അത് റിയൽ ആണല്ലോ, നമുക്ക് അങ്ങനെ തോന്നും, യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ അത് യഥാർത്ഥമല്ല, ഇത് മണ്ണിൽ നിന്നാണല്ലോ ഉണ്ടായിട്ടുള്ളത്. മൂല സംഭവം എന്ന് പറയുന്നത് മണ്ണാണ്, അതൊരു താൽക്കാലികമായ രൂപമാറ്റം മാത്രമാണ്. അപ്പോൾ ആ കാര്യം അദ്വൈതത്തിൽ ഊന്നിക്കൊണ്ട് ഒരു ഉദാഹരണ സഹിതം ഗുരു ഗാന്ധിജിക്ക് പറഞ്ഞു കൊടുക്കുകയും ഗാന്ധിജിക്ക് അത് വേഗം മനസ്സിലാക്കുകയും ചെയ്തു. അന്നേ ദിവസം ഗാന്ധി ഉള്ളൂരിനോട് ഈ പപ്പടം പൊടിച്ചപ്പോൾ ഇപ്പോൾ പൊടിഞ്ഞോന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ ഉള്ള ഒരു ഈ വളരെ സിമ്പിൾ ലാംഗ്വേജിലായിരുന്നില്ല ഗുരു സംസാരിച്ചിരുന്നത്.
അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം അന്നേ ദിവസം ഗാന്ധിജി ആശ്രമത്തിൽ താമസിച്ചു. അന്ന് രാത്രി അദ്ദേഹം അവിടെ ആയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ രാജഗോപാലാചാര്യ ഉണ്ട്, സി രാജഗോപാലാചാര്യ ഉണ്ടായിരുന്നു, പിന്നെ രാമദാസ് അല്ല പെരിയോർ രാമസ്വാമി നായ്ക്കർ ഉണ്ടായിരുന്നു. ചില പരാമർശങ്ങളിൽ CF ആൻഡ്രൂസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മഹാദേവ ദേശായി ഉണ്ടായിരുന്നു. പിന്നെ വേറെ ചില ആളുകളും ദേശീയ നേതാക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഒരു പുത്രനും ഉണ്ടായിരുന്നു, ദേവദാസ് ഗാന്ധി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഗാന്ധിജി പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് പോയി ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ, ഒരു പ്രവർത്തകരുടെ സമ്മേളനത്തിൽ സംസാരിച്ചത് ഗുരുവിനെ തലേ ദിവസം കണ്ടതും സംസാരിച്ചതുമാണ്, ആ വിഷയമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ ഒരു നിമിഷമാണ്. ഞാനും ഗുരുവും തമ്മിലുള്ള ആശയവിനിമയം എന്നെ ഒരുപാട് തരത്തിൽ പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഒരു ഡയലോഗിന് ശേഷമാണ് അദ്ദേഹം പോയത്. അത് കഴിഞ്ഞ് കൽക്കത്തയിൽ പോയി അദ്ദേഹം അയിത്തത്തിനെതിരെയും ഹരിജനോദ്ധാരണം ഒരു മുഖ്യ പരിപാടിയാകണം എന്നതിനെപ്പറ്റി പ്രസംഗിച്ചു. അപ്പോൾ അതുവരെയും ഗാന്ധിജി പറയാത്ത ഒരു കാര്യമായിരുന്നു ഈ സാധുജനോദ്ധാരണം എന്നത്. അത് ഗുരുവിൻ്റെ സംഭാഷണത്തിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് എന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. സുകുമാർ അഴീക്കോടൊക്കെ അത് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് ആയിരുന്നു ഗാന്ധിജിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഒരു അന്തസ്സത്തെയും സന്ദർഭവും. ഇത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാകുന്നത് പ്രത്യേകിച്ച് കേരളത്തിലും കേരളത്തിന് വെളിയിലും ഗാന്ധിജിയുടെ പദ്ധതിയിലും പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിലും ഇതിൻ്റെ സ്വാധീനം പിൽക്കാലത്ത് പല നിലയിൽ നിഴലിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായി അദ്ദേഹം പിൽക്കാലത്ത് ഹരിജൻ എന്ന പേരിലൊരു മാസിക ആരംഭിച്ചു. ഇംഗ്ലീഷിൽ അദ്ദേഹം ആരംഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ യങ് ഇന്ത്യയ്ക്ക് ശേഷം ആരംഭിക്കുന്ന രണ്ടാമത്തെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമാണ് നവജീവൻ്റെ പിന്നാലെ. നവജീവൻ ഗുജറാത്തിയിലായിരുന്നു. അപ്പോൾ ഇതിലൂടെയാണ് ആദ്യമായി ചോദ്യോത്തര പങ്ക്തി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൽ ആദ്യമായിട്ട് പത്രാധിപരോട് വായനക്കാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഗാന്ധിജി അതിന് മറുപടി പറയും. അതിൽ സെലക്ട് ചെയ്യുന്ന കത്തിന് ഗാന്ധിജിയോട് സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് വരെ ചോദിച്ചവരുണ്ട്. അതൊക്കെ റെക്കോർഡായിട്ട് ഗാന്ധിജിയുടെ ഉത്തരം ഒക്കെ പുസ്തകമായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി ഒരു മാതൃകാ പത്രപ്രവർത്തകനാണെന്ന്, മോഡൽ ജേർണലിസ്റ്റ്. ഫസ്റ്റ് ടൈം എഡിറ്റർ സംസാരിക്കുന്നു വായനക്കാരോട് നേരിട്ട്, ആ പങ്ക്തി തുടങ്ങിയത്. പിൽക്കാലത്ത് ഈ കെ ബാലകൃഷ്ണൻ സംസാരിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു അനുകരണമായിട്ട് EMS, ചിന്തയിലെ EMSൻ്റെ ചോദ്യോത്തര പങ്ക്തി, അത് ഗാന്ധിജിയുടെ ട്രൂ കോപ്പിയാണ്. അപ്പോൾ അതിൽ ഗാന്ധിജി ചർച്ച ചെയ്ത വിഷയം നമ്മളെ അത്ഭുതപ്പെടുത്തും. ഗാന്ധിജി അതിൽ ഒരുപാട് സാമൂഹിക വിഷയങ്ങൾ സംസാരിച്ചു, ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയവും. അതിൽ ഞാൻ വായിച്ച ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. ഒരാൾ ഗാന്ധിജിക്ക് ഒരു കത്തയച്ചു. അതിൽ അദ്ദേഹം പറയുന്നത്, എൻ്റെ ഭാര്യ എൻ്റെ സുഹൃത്തിൽ നിന്നും ഗർഭവതിയായി, ഞാൻ എന്ത് ചെയ്യണം? പുള്ളി ഇതിന് ആൻസർ പറയുവാനായിട്ട് ഈ പങ്ക്തിയിൽ അതിന് ഉത്തരം പറയുവാൻ വേണ്ടി ഹരിജൻ മാസികയുടെ പ്രസിദ്ധീകരണം 2 ആഴ്ച നീട്ടിവെച്ചു. എന്നിട്ട് വളരെ ആലോചിച്ച് അദ്ദേഹം ഈ കത്ത് പ്രധാനപ്പെട്ട കത്തായിട്ടെടുത്ത് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ഒരു വായനക്കാരൻ ഉന്നയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൽ നിന്നും ഗർഭവതിയായിരിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യണം എന്നാണ് എന്നോട് ചോദിച്ചത്. ഇതിനും മറുപടി പറയുവാൻ ഞാൻ കഴിഞ്ഞ 2 ആഴ്ച ആലോചിക്കുകയായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് പറയുകയാണുള്ളത്, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ സുഹൃത്തിൽ നിന്ന് ഗർഭവതിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിയും പ്രതിയും നിങ്ങൾ തന്നെയാണ്. എന്നിട്ട് ആ സ്ത്രീ പ്രസവിക്കുന്ന കുട്ടിയെ, നിങ്ങളുടെ സുഹൃത്തിൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ സ്വന്തം കുഞ്ഞായി നിങ്ങൾ വളർത്തുകയും ഇതേക്കുറിച്ച് ആ സ്ത്രീയോട് ഒരിക്കലും സംസാരിക്കാതിരിക്കുകയും വേണം എന്ന മറുപടിയാണ് ഗാന്ധിജി അതിന് കൊടുത്തത്. അതിലുണ്ട് അദ്വൈതം ഉണ്ട് എന്ന് മാത്രമല്ല, ഇതിന് ശേഷം ഗാന്ധിജിക്ക് വായനക്കാരിൽ നിന്ന് ഒരുപാട് മറുപടി വന്നു. ഇതാണ് ഗാന്ധിജിയുടെ ഉപദേശം. അപ്പോൾ ഇത്രയും മർമ്മപ്രധാനമായ ഗാർഹിക ജീവിത പ്രശ്നങ്ങൾ വരെ ഗാന്ധിജിയോട് ആളുകൾ ഉന്നയിക്കുകയും അതിന് മറുപടി പറയും. അത് ശ്രീനാരായണ ഗുരുദേവനോടും
ആളുകൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. അതെ അതെ, ഒരുപാട് സ്ത്രീയുടെ ധർമ്മം, ഗ്രിഗല് ഒരു വീട്ടമ്മ ഇങ്ങനെ പെരുമാറണമെന്നൊക്കെ. എന്തായാലും ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഗാന്ധിക്ക് കുറച്ച് വെളിച്ചം കൊടുത്ത ഗാന്ധിജി എൻറിച്ചഡായി. അതെ. പക്ഷേ ഇത് ടാഗോർ വന്ന് 3 വർഷം കഴിഞ്ഞാണ്. അതെ. ടാഗോർ 22 ഫെബ്രുവരിയിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഗാന്ധിജി വർക്കലയിൽ വരുന്നത്. ടാഗോർ വന്ന് അതിഭയങ്കരമായ ഒരു പിന്നെ സെൻറ്റൻസ് വർക്കലയിലെ വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതിയിട്ടുണ്ട് പോയി. അപ്പോൾ അത് ഈ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ആധുനിക ചരിത്ര രൂപീകരണത്തിൽ 2 നിർണായക പോയിൻ്റാണ് ഈ കൂടിക്കാഴ്ചകൾ. ഗുരുവും ഗാന്ധിജിയും, ഗുരുവും ടാഗോറും, ഗുരുവും 2 ഗുരു ദേവന്മാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.